വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി കടലക്കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു രാത്രി സോക്ക് ചെയ്ത കടല കുതിർത്ത് വേണം വേവിക്കാനെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഒരു കുക്കറിലേക്ക് ഇടുക. എന്നിട്ടതിലേക്ക് ആവശ്യത്തിന് വെള്ളം എന്ന് വെച്ചാൽ കടലയുടെ കുറച്ച് മേളിലായിട്ട് വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 പിടി ചുവന്നുള്ളി, 1 തക്കാളി അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ആ കുക്കർ അടച്ച് നന്നായിട്ട് കടല വേവിച്ചെടുക്കണം. എന്നിട്ടൊരു ചട്ടിയോ നോൺ സ്റ്റിക്ക് പാനോ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് പെരിഞ്ജീരകം പൊട്ടിക്കുക. ഞാൻ പെരിഞ്ജീരകം മാത്രമാണ് ഇവിടെ പൊട്ടിക്കാറ്. കസൂരി മെത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ കറി വെക്കുന്ന കൂട്ടത്തിൽ കസൂരി മെത്തി ഞാൻ ചേർക്കാറുണ്ട്. ഇന്നിപ്പോൾ കസൂരി മെത്തി ഇട്ടല്ല ഞാൻ കറി വെച്ചേക്കുന്നത്. അതിലേക്ക് ഒരു 3/4 സവാള അരിഞ്ഞതും കൂട്ട് നന്നായി വഴറ്റണം. എൻ്റെ സവാള ചട്ടി ചൂടായിരുന്നത് കൊണ്ട് അത് മുരിഞ്ഞാണ് കിട്ടിയത്. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയെക്കാട്ടിലും ഒരു ശക്കലം കൂടുതൽ മല്ലിപ്പൊടിയും, പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൊടിച്ചതും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. അതിൻ്റെ പച്ചമണം പോകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റി അതിനെ മൂപ്പിച്ച് അതിൻ്റെ ആ പച്ചമണം മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയൊക്കെ മാറ്റുക. എന്നിട്ട് കടല വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്തുനിന്ന് ഒരു തരി കടല നമ്മൾ മാറ്റി മിക്സിയുടെ ജാറിലിട്ട് അരച്ച് മാറ്റി വെക്കുക. ബാക്കിയുള്ള കടല ഈ മസാലക്കൂട്ടിലേക്ക് കുടഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഉപ്പൊക്കെ നോക്കിയിടണം. കടലയ്ക്കകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. സവാള വഴറ്റാൻ നേരം ഒരു നുള്ളു ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നോക്കി വേണം ഇടാൻ. എന്നിട്ട് കുക്കറിൽ ഒരൽപ്പം ചൂടുവെള്ളം ഒഴിച്ച് കഴുകി അതും ഇതിലേക്ക് ഒഴിക്കുക. ഇവിടെ എല്ലാവർക്കും ഗ്രേവി വേണം എപ്പോഴും. അത് കാരണം ഇച്ചിരി ഗ്രേവി ഇട്ടാണ് ഞാൻ കടലക്കറിയാണെങ്കിലും എന്ത് കറിയാണെങ്കിലും വെക്കാറ്. എന്നിട്ട് അരച്ച് വെച്ചിരിക്കുന്ന കടലയില്ലേ മിക്സർ ജാറിലിട്ടിരുന്നേ, അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഗരം മസാലപ്പൊടി ഇനി വേണം എന്നുണ്ടെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ചേർക്കുക. ഉപ്പാണെങ്കിലും ടേസ്റ്റ് നോക്കിയിട്ട് ചേർക്കണം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 2-3 രീതിയിൽ ഞാൻ കടലക്കറി വെക്കാറുണ്ട്. ഓരോ തവണയായിട്ട് അതിൻ്റെ റെസിപ്പി ഞാൻ പുറകെ ഇടാം. അപ്പം എല്ലാവരും അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, വീണ്ടും നമുക്കൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.